അഞ്ചൽ കണ്ണങ്കോട് ജെറുസലേം മർത്തോമ പള്ളിയുടെയും ശങ്കേഴ്സ് കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും തിമിര ശസ്ത്രക്രിയാ നിർണയവും ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണയവും സംഘടിപ്പിച്ചു. ഇടവക ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KG സാബു ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും പറയുന്നത് കണ്ണുണ്ടായിട്ട് കാര്യമില്ല, കാണാം. പലപ്പോഴും നമുക്ക് കാണാൻ കഴിയാത്ത കണ്ണുകളുമായാണ് പലപ്പോഴും നമ്മൾ നടക്കുന്നത്. നമ്മുടെ കണ്ണുകൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ലൈറ്റുകളിൽ നിന്നും, മൊബൈൽ മാത്രമല്ല, TV അല്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടറല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ലൈറ്റുകളിൽ നിന്ന് വരുന്ന പ്രകാശവും ബ്ലൂ റൈസ്, ആ ബ്ലൂ റൈസ് കുറേ അധികമാകുമ്പോൾ നമ്മുടെ കണ്ണിന് താങ്ങാൻ കഴിയാത്ത വിധത്തിൽ അതിൻ്റെ റെറ്റിനയും മറ്റു ഭാഗങ്ങളുമൊക്കെ നശിക്കും. അപ്പോൾ ഇതിനെ പ്രതിബിംബമായി നമുക്ക് കാണുവാനുള്ള ശേഷി നഷ്ടപ്പെട്ട് നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ പലപ്പോഴും നമ്മുടെ വീടുകളിൽ നല്ല കട്ടളകൾ, നല്ല പെയിന്റ് അടിച്ചൊക്കെ വെച്ചേക്കും. പക്ഷേ നമ്മളൊന്ന് അതിലൊന്ന് നല്ലപോലെ അമർത്താമെങ്കിൽ ചിലപ്പോൾ അതൊക്കെ താഴോട്ട് ഉളുത്ത് നശിച്ചിരിക്കുന്നതായിരിക്കും. അതുപോലെ ആയിരിക്കും നമ്മുടെ കണ്ണ് പലപ്പോഴും അങ്ങനെ നാശപ്പെട്ട് ഓക്സിജൻ കിട്ടാതെ വളരെ മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് കണ്ണും ആയാലും നമ്മുടെ ശരീരമായാലും പല കാര്യങ്ങളും നമുക്ക് തോന്നലുകളിലൂടെ അല്ലെങ്കിൽ ചില സിംറ്റംസ്. ഇടവക വികാരി ഫാദർ ബിബിൻ V. മാത്യു, സെക്രട്ടറി അനിൽ വർഗീസ്, വൈസ് പ്രസിഡന്റ് G. അച്ചൻകുഞ്ഞു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടവക അംഗങ്ങൾക്ക് പുറമെ നാട്ടുകാർക്ക് കൂടി പ്രയോജനകരമാകും വിധം സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇത്തരം ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഫാദർ ബിബിൻ V. മാത്യു പറഞ്ഞു. അഞ്ചൽ ജെറുസലേം മാർത്തോമ പള്ളിയുടെയും പുനലൂർ ശങ്കേഴ്സ് ഹോസ്പിറ്റലിൻ്റെയും സംയുക്തമായിട്ടുള്ള നേതൃത്വത്തിൽ ഇപ്രകാരം ഒരു നേത്ര പരിശോധന ക്യാമ്പ് അത് സൗജന്യമായിട്ട് ക്രമീകരിക്കാനായിട്ട് ഇടയാകുന്നത് ഓർത്ത് സ്തുതിക്കുന്നു. ഇതൊരു സന്തോഷകരമായ അനുഭവമാണ്. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു ക്രമീകരണം? ഇടവകയായിട്ട് കഴിഞ്ഞൊരു വർഷക്കാലം, കഴിഞ്ഞ നാളുകളിലൊക്കെ വ്യത്യസ്തമായ ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ, അത് വ്യത്യസ്തമായ തലങ്ങളിലുള്ളവർ, സ്ത്രീകൾക്ക് വേണ്ടിയും പ്രത്യേകമായ ചില രോഗ അനുഭവങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള പരിശോധനകളും അതിൻ്റേതായ തുടർ ചികിത്സ ആവശ്യമാണെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങളിലൊക്കെ അത് സപ്പോർട്ട് നൽകുന്നത്, അതിന് ആരോഗ്യമുള്ളൊരു സൊസൈറ്റി അത് ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇടവകയുടെ വലിയ ഉത്തരവാദിത്തമാണ്, ഇടവകയുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമ്പ് ക്രമീകരിക്കുമ്പോൾ ഇടവക കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇടവകയിലും ചുറ്റുപാടുമുള്ളതായ കുടുംബാംഗങ്ങൾ, ദേശത്തുള്ളതായ പ്രിയപ്പെട്ടവർക്കൊക്കെ അനുഗ്രഹകരമായി തീരണം എന്നുള്ളതാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരിക്കുന്ന പ്രിയപ്പെട്ട KG സാബു സാർ ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അനുഗ്രഹകരമായി ഇത് സംബന്ധിക്കുന്നവർക്ക് അത് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നൂറുകണക്കിന് പേർ ക്യാമ്പിൽ പങ്കാളികളായി. 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയായിരുന്നു ക്യാമ്പ്. നാട്ടുവാർത്ത, അഞ്ചൽ.